ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ പാലട പായസമായിട്ടാണ്, അതും പിങ്ക് കളറിലുള്ള പാലട പായസം. അപ്പോൾ ഓണസദ്യയൊക്കെ ഒരുക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പിങ്ക് കളറിലുള്ള പാലട പായസമൊക്കെ ഉണ്ടാക്കാൻ വലിയ പണിയില്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു രീതിയാണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം അരിയട, പിന്നെ ഒരു 100 ഗ്രാമോളം പഞ്ചസാര, അതായത് ഇത് രണ്ടും അര കപ്പോളം വരും. അപ്പോൾ അത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവൊക്കെ വേണമെങ്കിൽ അവസാനം നമുക്ക് കൂട്ടാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 ലിറ്റർ പാലാണ്. അത് ഞാനിപ്പോൾ കുക്കറിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ അത് തിളയ്ക്കുന്നതിന് മുന്നേ ഞാനൊരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കിവിടെ അട കഴുകി അതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ അട കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒറ്റ വിസിലിൽ വെന്ത് കിട്ടും. അപ്പോൾ വെള്ളം ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യും കൂടി ഇട്ട് നമുക്ക് ഒറ്റ വിസിലിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അട അവിടെ വേവുന്ന നേരം കൊണ്ട് ഇവിടെ പാലൊക്കെ തിളച്ചു. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഈ പാല് പിങ്ക് കളറാക്കി എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂറോളം ഇങ്ങനെ ഒന്ന് കുറുകി അത് നല്ല പിങ്ക് കളറിലായിട്ട് കിട്ടും. അതിങ്ങനെ ലോ ഫ്ലെയിമിൽ നമുക്കങ്ങനെ ചെറിയ ബർണറിൽ മാറ്റി ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിസിൽ വരും, പേടിക്കേണ്ട. 1-2 എണ്ണമൊക്കെ വരും, കുറച്ചൊക്കെ ചാടിയൊക്കെ വരും, എന്നാലും അതൊന്നും കണ്ട് പേടിക്കേണ്ട. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക, ഏറ്റവും ചെറിയ ബർണറിൽ വെക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമുക്ക് പാല് നല്ല പിങ്ക് കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടയും പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ അട ഞാനിങ്ങനെ ആക്കിയെടുത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രഷർ കുക്കറിൽ ഒരു വിസിൽ വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ അടയെടുത്ത് ഇങ്ങനെ ഒരു സ്ട്രെയിനറിൽ സ്ട്രെയിൻ ചെയ്ത് അത് ടാപ്പ് വാട്ടറിൽ ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് ഇങ്ങനെ അരിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ അട ഒട്ടാതെ നമുക്കിങ്ങനെ നല്ല സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടും. അപ്പോൾ അതങ്ങനെ കുഴഞ്ഞൊന്നും ഇരിക്കത്തില്ല. കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് വെട്ടിച്ച് കൊടുത്താൽ മതി. എന്നിട്ടിനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, പാലും അടയും കൂടെ. അപ്പോൾ അടയിട്ടു, അതിലേക്ക് നമ്മുടെ നല്ല പിങ്ക് കളർ പാല് ഒഴിക്കാം. അത് അരിച്ചു വേണമെങ്കിലും ഒഴിക്കാം, അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാടയൊക്കെ ഉണ്ടാകും, അത് അരിച്ചു വേണമെങ്കിലും ഒഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിനിയാണ് കുറച്ച് പണിയുണ്ട്. ഇനി അത് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് തിള കയറുന്നിടം വരെ വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിലിടാം. അത് കഴിഞ്ഞ് തിള കയറി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് അതിങ്ങനെ കുറുക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടാനുസരണം, കുറച്ചും കൂടെ മധുരം വേണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കുറുകി ഈ ഒരു ലെവലിലായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടു, ഇത്രയും വ്യത്യാസമുണ്ട്, പാലത്രയും കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അരിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഇതിനൊരു നല്ല ടേസ്റ്റ്, നല്ല കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റൊക്കെയാണ്. നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡിയായി. ഈ ഒരു പരുവത്തിലൊക്കെ ആകുമ്പം തന്നെ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതല്ല കുറച്ചുകൂടെ കുറുക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ കുറുകി വരാൻ കുറച്ച് സമയം പിടിക്കും, ഒരു 20 to അരമണിക്കൂർ എടുക്കും. അപ്പോൾ നമ്മളത് എത്ര കുറുക്കുന്നു അത്രയും സമയം പിടിക്കും, അത്രയേ ഉള്ളൂ. അപ്പം മെയിൻലി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെടുക്കുന്ന കുക്കർ നല്ല വൃത്തിയുള്ളതായിരിക്കണം. അതിൽ പാല് പിരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിരിഞ്ഞു പോകാതിരിക്കാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയ കുക്കറായിരിക്കണം. അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നമ്മളെപ്പോഴും കൂടെ നിൽക്കേണ്ട ഒരു പായസമല്ല. ഈ ഒരു കുറുകുന്ന ആ ഒരു സമയം മാത്രം നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ 1 മണിക്കൂറൊക്കെ കുക്കറിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ പണിയൊന്നുമില്ല, നമുക്ക് പിങ്ക് പാലട പായസം വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഒരു ചാനലിൽ ഇന്ന് മുന്നേ ഇട്ടിട്ടുള്ള ഓണം റെസിപ്പീസ് കാണാത്തവർക്ക് ഓണം റെസിപ്പീസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.